എടി പ്രണയിക്കുന്നു പറഞ്ഞ എന്നെ ചതിച്ചിട്ട് ഇപ്പോ രാമനെ കല്യാണം കഴിക്കാൻ നോക്കുകയാണല്ലേ? നിന്നെ പൊക്കൂടി ഞാൻ. ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി? ഇന്ന് ഞാൻ നിന്നെ കിഡ്നാപ്പ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ വല്ല മാജിക് ഒക്കെ കാണിച്ചായിരിക്കും റാമിനെ മയക്കിയിട്ടുണ്ടാവുക. എവിടെ പോയാലും ഞാൻ നിന്നെ വിടത്തില്ലടി. എന്നെ ഇത് എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? അയ്യോ, എനിക്കൊന്നും കാണുന്നില്ല. എനിക്ക് നിന്നെ എന്തിഷ്ടമാണെന്നറിയോ? നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നറിയോ? നിന്നോട് സംസാരിക്കാൻ നീ എങ്ങോട്ടേ നോക്കുന്നേ? നീ എന്താ വലിയ സുന്ദരിയാണെന്നാണോ നിന്റെ വിചാരം? എന്തെങ്കിലും നീ നിന്റെ മോന്ത കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടോ? ചോദിക്കുന്നതിന് ഉത്തരം പറയടേ. ബസ്സില് നീ ഒരു സാരി എടുത്തോണ്ട് വന്നില്ലേ? ആഹാ, വാട്ട് എ സാരി! പൊട്ട്, ലൂസ് ഹെയർ, ദേവത പോലെ ഉണ്ടായിരുന്നു. ഓരോ ആക്ഷനും റിയാക്ഷൻ ഉണ്ടായിരിക്കുമെന്ന് ന്യൂട്ടൻ ചുമ്മാ പറഞ്ഞാന്ന് വിചാരിച്ചോ? ന്യൂട്ടൻ, നിങ്ങളുടെ ലവും ഫെയിലിയർ ആയിരുന്നു എന്നാ കരുതുന്നേ. ജീവിതത്തിലെ ഒരു പണിയില്ലാതെ വെറുതെ നടന്നപ്പോ എന്തൊരു ഹാപ്പി ആയിരുന്നു ഞാൻ. എന്ന് പ്രേമിക്കാൻ തുടങ്ങിയോ അന്നത്തോടെ പോയതാ എന്റെ സന്തോഷവും സമാധാനവും. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ അന്ന് എന്നെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അന്ന് തന്നെ ഞാൻ തൂങ്ങിച്ചത്തേനെ. നീ ഇപ്പൊ ഇഷ്ടമല്ലെന്ന് പറഞ്ഞുകൊണ്ടാ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നേ. ഇനി മേലെ എന്റെ മുമ്പിൽ വന്ന് പെട്ടുപോരുത് നീ. മോന്ത കേട്ടില്ലേ? സീത, എന്റെ മോനെയാണോ പ്രേമിക്കുന്നത്? അയ്യോ, ഇവനെ പ്രേമിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനോ വെച്ചേ? ഒരുപാട് പെൺപിള്ളേരുടെ തമ്മിൽ ഇതേ ടൈം പാസ് കാണിക്കുന്നുണ്ട്. അതുപോലെ ടൈം പാസ് ആണ് നീയും. ഞാനിപ്പോ നിങ്ങൾക്ക് ടൈം പാസ് ആണല്ലേ? നിങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞ ഉടനെ തന്നെ എല്ലാ പെൺപിള്ളേരും നിങ്ങളുടെ പുറകെ ചിരിച്ചോണ്ട് വരുന്നൊരു വിചാരമുണ്ട്. ഞങ്ങൾ എങ്ങനെയാ ജീവിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നീ ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എന്തുണ്ടായിട്ടാ ഇങ്ങനെ സംസാരിക്കുന്നേന്നോ? ഞാൻ ഒരുപാട് ബോയ്സിനെ പരിചയപ്പെട്ടിട്ടുണ്ട്, ഇടപഴകിയിട്ടുണ്ട്. പക്ഷെ ആരോടും എനിക്ക് പ്രണയം തോന്നിയിട്ടില്ല. പക്ഷെ നിങ്ങളെ പ്രേമിക്കുന്ന എത്ര പെൺപിള്ളേരാ ഉള്ളത്? അതിനങ്ങനെ കൃത്യമായിട്ട് കണക്കൊന്നുമില്ലല്ലോ അല്ലേ? ഓരോ ദിവസം ഓരോ പെണ്ണിനെ പ്രേമിച്ചോണ്ടിരിക്കുകയല്ലേ? എന്തായാലും ഈ കാര്യത്തില് നിങ്ങളൊരു ഭാഗ്യവാനാ. അങ്ങനെയല്ല സീത, ഞാൻ നിന്നെ മാത്രം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത്. നീ ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. എന്നെ വിശ്വസിക്കേ. നീ പോയി ആദ്യം അത് ചെയ്, എന്നിട്ട് ഞാൻ വിശ്വസിക്കാം. രാം, ഐ ലവ് യു. പ്രേമിക്കാൻ തുടങ്ങുമ്പോഴേ എല്ലാരും ഇത് പറയാറ്. പക്ഷെ വേർപിരിയുന്ന സമയത്ത് നീ ഇത് പറയിച്ചല്ലോ. ഞാൻ മരിച്ചാലും നിനക്ക് സന്തോഷമെങ്കിൽ നിനക്ക് വേണ്ടി അതിന് ഞാൻ തയ്യാറ്. കെട്ടിമേള കെട്ടിമേള. സാറേ, എന്താ ഇവിടെ കുറച്ച് വാസന കിട്ടാൻ വേണ്ടി പോയിട്ടോണ്ടിരിക്കടാ. അതെന്തിനാണ് ഈ കോഴിക്ക് തീറ്റ കൊടുക്കുന്ന പോലെ പതിയെ കൊടുത്തോണ്ടിരിക്കുന്നെന്ന് ചോദിച്ചേ? അത് പിന്നെ മോനെ, നീ തനിച്ചിരിക്കല്ലേ, സംസാരിക്കാന്ന് കരുതി വന്നതാ. തന്നോട് സംസാരിക്കാൻ വേണ്ടിട്ടല്ലേ കല്യാണം കഴിച്ച് കട്ടിലൊക്കെ ഇതുപോലെ അലങ്കരിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ. അതെനിക്ക് കരടി അറിഞ്ഞൂടെ. തലയാ, ഇറങ്ങി പോടാ അവിടുന്ന്. പോടാ. എന്താടാ മോനെ, സ്വന്തം അപ്പനോടൊക്കെ അപ്പനായാലും കൊപ്പനായാലും ഇറങ്ങി പോടാ. പെൺകുട്ടിയോട് വരാൻ പറ വേഗം.
ടൈമായി കൺട്രോളും കിട്ടുന്നില്ല. മോനെ പെണ്ണു വന്നു. കുടുംബാവേ വന്നിരിക്കി. എന്നാ ഈ കാണുന്നേ? കട്ടില്, പൂവ്, അലങ്കാരം വലിയ ആർഭാടാണല്ലോ. ഞങ്ങളുടെ സമയത്ത് വെറും പായും തലവണയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാവം പായ വിരിച്ച് കിടന്നിട്ട് തന്നെ 10 പിള്ളേരെ കപ്പലണ്ടി പോലെ പ്രസവിച്ചിട്ട്. അപ്പൊ ഇതുപോലെ കട്ടില് വന്നായിരുന്നെങ്കിലോ പോപ്കോൺ പൊട്ടിത്തെറിക്കുന്ന പോലെ 10-3 പ്രസവിച്ച് തള്ളിയാനെ പോവാന്ന് ചോദിച്ചാൽ കുഴിക്ക് കനക അടുത്ത 10 മാസം കൊണ്ട് നല്ല ചൊക്കാന്നുള്ള കുഞ്ഞിനെ ഇങ്ങോട്ട് കയ്യിലേക്ക് തരണം. ചേട്ടാ മോനെ അവളുടെ നാണം കണ്ടില്ലടാ. എന്റെ പേരക്കുട്ടി എന്റെ മേത്ത് മൂത്രം ഒഴിക്കണം. അതാ എന്റെ ആഗ്രഹം. ഇങ്ങനെ ഒന്ന് സംസാരിച്ചാലേ ഞാൻ തന്നെ മേളിൽ കയറുന്ന മുള്ളും പോവാൻ നോക്കിയേ. മോനെ ഇയാള് നല്ല പ്രായത്തിൽ എന്തൊക്കെ തരവരുത്തരം കാണിച്ചിട്ടുണ്ടോ. അന്ന് സമയമില്ലാത്ത സമയത്ത് തിരക്ക് പിടിച്ചൊരു ഹാഫ് ബിരിയാണി കിട്ടിയുള്ളൂ. ഇന്ന് സമയം എടുത്ത് ഫുൾ ബിരിയാണി തന്നെ കഴിക്കണം. എന്റെ വാവേ. ഇതാ ധോണിയാ കഞ്ഞിയിൽ വീണ പാറ്റ പോലെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ശല്യപ്പെടുത്ത. നമുക്കതൊന്നും നോക്കണ്ട. സ്വിച്ച് ഓഫ്. ഇനി ഒരു ഡിസ്റ്റർബൻസും ഇല്ല. കമാൺ. ഇത് ഏത് ഫോണാണ്? അങ്കിൾ കനക മോളെ അത് പിന്നെ എന്തു പറ്റി അങ്കിൾ? എന്താ ഇത്ര ടെൻഷൻ? അല്ല മോളെ, രാമനെ കാലത്ത് മുതൽ കാണുന്നില്ല. തൊട്ടടുത്തുള്ള ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി കാണുവച്ചാ? ഇല്ല മോളെ, ഞങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചു. ഒരിടത്തും അവൻ ചെന്നിട്ടില്ല. നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയെന്നറിയാൻ വേണ്ടി വിളിച്ചാ മോളെ. അത് പേടിയാവുന്നു മോളെ. ഇതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട അങ്ങളെ, ഞാൻ നോക്കിക്കോളാം. ശരി മോളെ. ഓക്കെ. കാര്യം എന്താ? രാമനെ കാണുന്നില്ലെന്ന്. അവനല്ലേ കാണാതായത്. അവനെ പറ്റി നിനക്ക് അറിയാത്തോണ്ടാ. രാത്രി മുഴുവൻ വല്ല മാട്ടോ കോട്ടർ അടിച്ച് സിറ്റി മുഴുവൻ മദ്യം തേടി അലഞ്ഞടക്കും. എവിടെ നിന്നും ബ്ലാക്കിന്ന് സംഘടിപ്പിച്ച് അടിച്ച് ഓഫായി കാലത്ത് വരും. നമുക്കതിനൊന്നും സമയമില്ല എന്റെ കുണു. ഫ്രണ്ടിനെ കാണാനില്ലെന്ന് പറയുമ്പോ ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ ഇങ്ങനെ കാണിക്കുന്ന എന്താ? നീ ഇത്രയ്ക്ക് കാര്യമായിട്ട് പറയുമ്പോ ഞാൻ കാര്യമായിട്ട് ആലോചിച്ചാലേ പറ്റുള്ളൂ. എന്താ ഇപ്പൊ ചെയ്യാ? എന്ത് ചെയ്യാൻ പറ്റും? ശരി വാ, കെട്ടിപ്പിടിച്ച് കിടന്നുകൊണ്ട് ആലോചിക്കാം. എന്ത് കഷ്ടം! രാമനെ കാണുന്നില്ലെന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോ നീ വീണ്ടും വീണ്ടും ഇതാണ് ചെയ്യുന്നേ. വേറെ ഇപ്പൊ എന്താ ചെയ്യാ? പോയി അവനെ അന്വേഷിക്കും. ഒരു തവണ അയ്യോ. എന്താടി രാമനെ കുറിച്ച് എന്തെങ്കിലും? ഏയ്, നീ അവനും തമ്മിൽ എന്താടി പ്രശ്നം? കനക അത് പിന്നെ ഇവിടെ നോക്ക് സീത, മാറ്റർ ഭയങ്കര സീരിയസാ. അവനെ 3 ദിവസമായിട്ട് കാണാനില്ല. എവിടെ പോയിന്ന് പോലും ആർക്കറിയില്ല. അവൻ നിന്നെ എങ്ങാനും കോണ്ടാക്ട് ചെയ്ത് ആദ്യം എന്നെ അറിയിച്ചോണം. ഹലോ ഹലോ കനക, നിന്നെ മാത്രം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നേ. നീ ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. എന്നെ വിശ്വസിക്കേ. നീ പോയി ആദ്യം അത് ചെയ്, എന്നിട്ട് ഞാൻ വിശ്വസിക്കാം. കനക, നമ്മുടെ റാമിനെ കാണാനില്ല മോളെ. എനിക്കെന്തോ പേടിയാവുന്നുണ്ട്. തന്നോളമായ താനെന്ന് വിളിക്കണമെന്ന് പറയാറില്ലേ? എന്റെ മോനോട് ഞാൻ അങ്ങനെ ഇടപഴകിയിട്ടുള്ളത്. കാര്യം ഞങ്ങൾ എല്ലാവരുമായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കുമെങ്കിലും 1 മണിക്കൂർ പോലും ഞങ്ങൾ പിരിഞ്ഞിരുന്നിട്ടില്ല. അവനെ കാണാതായിട്ട് ഇന്നേക്ക് 3 ദിവസമായി മോളെ. അവൻ എവിടെയാണെന്നോ എന്തായെന്ന് പോലും അറിയില്ല. ഞങ്ങളുടെ മനസ്സിന്റെ വിഷമം മോളൊന്ന് മനസ്സിലാക്കുക. എന്റെ മോൻ എനിക്ക് തിരികെ വേണം മോളെ. അവനൊന്നും അറിയാത്ത പാവാ. അവൻ ഒരു തെറ്റും ചെയ്യില്ല മോളെ. ഞാൻ നിന്റെ കാല് പിടിക്കാം. എന്റെ മോനെ എനിക്ക് തിരിച്ചു തരാൻ പറയ്. എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം. എനിക്ക് എന്റെ മോനെ വേണം. എന്താ സീത ഇത്? എല്ലാവരും ഇത്ര ടെൻഷൻ അടിക്കുമ്പോ നീ മാത്രം ഒന്നും നടക്കാത്ത പോലെ കൂളായിട്ടിരിക്കുന്നെ. നിങ്ങൾ എല്ലാരും ഇതൊന്ന് നിർത്തോ? രാമനെ കാണാതായതിന് ഞാനാണ് ഉത്തരവാദി എന്നുള്ള രീതിയിലാണല്ലോ എല്ലാരും സംസാരിക്കുന്നത്. നിങ്ങൾക്ക് മാത്രമേ അവനെ കാണാതായതിൽ വിഷമമുള്ളൂന്നാണോ? 3 ദിവസമായിട്ട് ഞാൻ എവിടേക്ക് അന്വേഷിച്ചു എന്നറിയാവന്. രാമൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടോ. രാം തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല അച്ഛ.
ഹായ് എവരിബഡി. ഇവനെന്താ ഈ പെണ്ണുമ്പളെയും കൂട്ടിക്കൊണ്ടുവരുന്നു? താങ്ക് യു രാമ. എന്റെ കല്യാണം നീ നല്ല രീതിയിൽ നടത്തി തന്നല്ലോ. ഹായ് ഡിയർ. ഈ ഇണക്കുരുവികളെ ചേർത്ത് വെക്കാൻ വേണ്ടിട്ടാ ഞാൻ കുറച്ച് നാളൊന്നും ഇവിടെ മാറി നിന്ന്. എന്താ സന്തോഷമായില്ലേ? ഡാർലിങ്, നമുക്കും പോയാലോ? ആ പോയി വല്ലതും തിന്നാൻ കിട്ടുമോ നോക്കാം. ഹായ് സീത. രാം, പേടിച്ചു പോയ ഒരാൾ ഇല്ലാതാവുമ്പോഴേ അയാളുടെ വില അറിയും. അതുകൊണ്ട് അയാൾ എവിടെയും പോവാതെ സൂക്ഷിച്ചോണം. റാം. ഏയ് കനക, സുഖമല്ല നിനക്ക്? ആ തവളപ്ലക്കാഴിയുടെ കല്യാണം നടത്തി വെക്കാൻ വേണ്ടിട്ടാണോ ഞങ്ങളൊക്കെ വെറുതെ ഭ്രാന്ത് പിടിപ്പിച്ച നീ? യെസ്. ഇവനെന്താ ലുലുമാളിന്ന് വാങ്ങിച്ച ടെഡി ബെയർ വല്ലതുമാണോ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്? ഇങ്ങോട്ട് മാറി വാ, ഇങ്ങോട്ട് വാ. ആ മാറി. You're a funny man, da. സെവാഗ്. റാം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളുടെ സന്തോഷമല്ല. അതെ. അവക്ക് നിന്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമെങ്കിൽ ഞങ്ങൾക്ക് Thank you, uncle. ആ നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഇവനെ കാല് കെട്ടിയിട്ടാലും ശരിയാവും. ഒരു നല്ല മുഹൂർത്തം നോക്കി ഇവരുടെ കല്യാണം നടത്തി വിട്ടേക്കാം. ആ, പിന്നെ സെവാഗ്, how was the first night? എല്ലാം നന്നായിരുന്നില്ലേ? ഒന്ന തന്നലുണ്ടല്ലോ. എന്ത് നടക്കാനാടാ? അത് തുടങ്ങുന്നതിന് മുമ്പല്ല നീ ഇവിടെ ഒളിച്ചോടിയെ. വാങ്ങി വെച്ച ആപ്പിളും തണ്ണിമത്തനൊക്കെ ചീത്തയാവണ്ടെന്ന് വിചാരിച്ച് കട്ട് ചെയ്ത് ഫ്രിഡ്ജ് കയറ്റി വെച്ചിരിക്കുക. ഇന്ന് വേണം ജ്യൂസ് ഉറിഞ്ചുറിഞ്ചു കുടിക്കാൻ. നമ്മുടെ കല്യാണത്തിന് നീ റെഡിയല്ലേ? രാത്രി യാ, യാ. ഞാൻ നിന്നെ സ്വർഗ്ഗം അളിയാ, കാണിക്കും. സിനിമ കഴിച്ചടാ. ഒന്ന് കൈയടിച്ച്. യാ, യാ.